സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് IG ഓഫീസ് ഉപരോധവും ഉണ്ട്. സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇന്നലെ രാത്രി വൈകിയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധമെന്നാണല്ലോ KPCCയുടെ ആഹ്വാനം. എന്തൊക്കെയാണ് വിവരങ്ങൾ സലീം? ഉന്മേഷ്, സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ KPCC ഔദ്യോഗികമായി തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനും യൂത്ത് കോൺഗ്രസിനോടും ആ നിലയിലുള്ള പ്രതിഷേധങ്ങൾ നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ, അത് കോഴിക്കോട് മാത്രമല്ല മറ്റെല്ലാ ജില്ലകളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ആലോചനയാണ് കോൺഗ്രസിനുള്ളത്. കാരണം കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് എന്നുള്ളൊരു ഗൗരവമാണ് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ കോൺഗ്രസ് നൽകുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ വിവിധ ഇടങ്ങളിലെ പ്രതിഷേധം നമ്മൾ കണ്ടത്. അതിന് സമാനമായ നിലയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നും തുടരും. ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും അത് പരമാവധി പൊതുജന മധ്യത്തിൽ തന്നെ ആ വാർത്ത ശ്രദ്ധേയമായി നിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമിടുന്നത്. നേരത്തെ തന്നെ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഈ കോൺഗ്രസ് സർക്കാരിനെ പരമാവധി പ്രതിരോധത്തിലാക്കുക എന്നൊരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. ആ വിഷയത്തിൽ നിന്ന് ഈ ശ്രദ്ധ തിരിക്കാൻ കൂടി വേണ്ടിയാണ് ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. CPIM-ന്റെയും പോലീസിന്റെയും ഒത്തുകളിയുടെ കൂടി ഭാഗമായാണ് ഇത്തരത്തിലൊരു മർദ്ദനം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ പ്രതികരണവും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഈ നിലയിലുള്ള പരമാവധി പ്രചരണം നടത്തുക, പ്രചരണത്തിനൊപ്പം തന്നെ പ്രതിഷേധ പരിപാടികൾ, രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ എന്നിവ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസ് സ്റ്റേഷനുകളിലേക്ക്, സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അതത് മണ്ഡലം കമ്മിറ്റികളുടെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള മാർച്ചിനും യൂത്ത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ആ നിലയിലാണ് പ്രതിഷേധം തുടരുന്നത്. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.